ഗൈസ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരും. അവൻ ഇവിടെ തന്നെ ഉണ്ട് ഗൈസ്, അവൻ ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഹലോ ഗൈസ്, ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചാള വെട്ടി അത് കറിയാക്കാൻ പോവാണ്. ഫസ്റ്റ് അറ്റംപ്റ്റ് ഓൺ ദ ചാള ഞാനിതുവരെ കട്ട് ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് ചാള കട്ട് ചെയ്ത് ഞാനത് കറി വെക്കാൻ പോവാം. അപ്പോൾ നമുക്ക് ചാള വെട്ടാം. കൺമണി ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ മീനെല്ലാം പടപടാന്ന് വെട്ടി തന്നേനെ. കൺമണി മീൻ വെട്ടാനായിട്ട് എക്സ്പെർട്ടാണ്. പക്ഷേ കൺമണി ഇല്ലാത്ത കാരണം ഞാൻ വെട്ടേണ്ടി വന്നു. ഗൈസ്, ഈ മണിയനീച്ച ഇവിടെ കിടന്നിട്ട് അലമ്പുണ്ടാക്കുകയാണ്. കൺമണീനെ കാണാതായിരുന്നിട്ട് 1.5 മാസമാവാൻ പോണു. ആക്ച്വലി അവൾ പ്രഗ്നൻ്റാണ്. നിങ്ങൾ ചാനലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അവൾക്കിപ്പോൾ 3 മാസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ടൈം ആകുമ്പോഴത്തേക്കും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. പക്ഷേ ബൈ ചാൻസ് ഞങ്ങൾക്ക് ഇതുവരെ പറ്റിയിട്ടില്ല ഗൈസ്. നമുക്ക് സുഖമില്ലാഞ്ഞ കാരണം ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് ഓടണം കാരണം ഞാൻ അവളുടെ വീട്ടിൽ കൊണ്ടാക്കിയിരിക്കുകയാണ്. ഇവിടെ അമ്മ ഒറ്റക്കുള്ളതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകാനും പറ്റുന്നില്ല. പിന്നെ അടുത്ത ദിവസം ഞങ്ങൾക്ക് ഒന്നുകൂടി ഹോസ്പിറ്റലിൽ പോകണം. അത് കാരണം അവളെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുമില്ല. പിന്നെ അടുത്ത ദിവസം പോയിട്ട് ഡോക്ടേഴ്സ് എന്താ പറയണമെന്ന് നോക്കിയിട്ട് വേണം കൺമണീനെ ഇവിടെ കൊണ്ടുവരാനായിട്ട്. അവളവിടെ ഭയങ്കര ബഹളമാണ് എന്നെ കാണണമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ എന്ത് ചെയ്യാൻ, അവസ്ഥ ഇതായിപ്പോയി. നല്ലതും ചീത്ത എല്ലാം ഒറ്റ സമയത്താണ് ഗൈസ് വരുന്നത്. എൻ്റെ കുട്ടനാട്ടുകാരി ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നു ഗൈസ്. എൻ്റെ കൺമണി ഇല്ലാതെ എനിക്കൊരു ഉഷാറില്ല. കൺമണി ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്ക് വഴക്കോട്ടുകൊണ്ടിരിക്കും, അടിപിടിച്ചുകൊണ്ടിരിക്കും. അവളെന്തെങ്കിലുമൊക്കെ പറയും, എനിക്ക് ദേഷ്യം വരും, ഞാൻ തിരിച്ചു പറയും, ഞങ്ങൾ വഴക്കാവും, ഞങ്ങൾ വീണ്ടും കൂടും, വീണ്ടും സംസാരിക്കും, വീണ്ടും വഴക്കാവും. അതൊക്കെ വേറൊരു വൈബാണ് ഗൈസ്, നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ. അവളിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഐ റിയലി മിസ് ഹർ. അപ്പോൾ ഗൈസ്, ഞാൻ ചാളയൊക്കെ വെട്ടി കഴിഞ്ഞു. ബാക്കിയുള്ള ചാള 2 ചാള ചീത്ത ഉണ്ടായിരുന്നു, അതും ചാള തല എല്ലാം കൂടി ദൈവക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവള് ഭയങ്കര ഹാപ്പിയാണ്. എല്ലാം കൂടി തിന്നാൻ പറ്റുമോ അറിയില്ല, തിന്ന് നോക്കുന്നുണ്ട്. തിന്നണമെങ്കിൽ തിന്നട്ടെ, അവളെ വിശപ്പ് മാറി കിട്ടുമല്ലോ. അപ്പം നമുക്ക് ചാള കഴുകാനായിട്ട് പോവാം. പണ്ട് ചെറുപ്പത്തിൽ അമ്മ മീൻ വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ അമ്മ ഇങ്ങനെ ചെയ്യണം കണ്ടിട്ടുണ്ട് ഗൈസ്. ചട്ടിയിൽ ഇങ്ങനെ ചാളയിട്ട് ഇങ്ങനെ ആക്കും, അതിൻ്റെ ഉളുമ്പ് പോകാൻ വേണ്ടിയിട്ട്. ഗൈസ്, നല്ല വെള്ളി കളറുള്ള ചാള ഇതാ. അപ്പോൾ ഇതിനെ നമുക്ക് ഇനി കറിയാക്കാനായിട്ട് പോവാം. നേരെ നമ്മുടെ അടുക്കളയിലോട്ട് പോവാം. പൂച്ച, പട്ടി ഇതൊക്കെ ചാളത്തല തിന്നണ സീൻ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ മാടത്ത് തിന്നണത് ഞാൻ ആദ്യമായിട്ട് കാണിക്കുന്നു. കൺമണീനൊന്ന് വീഡിയോ കോൾ ചെയ്യാം, മീൻകറി എങ്ങനെ വെക്കണമെന്ന് ചോദിക്കാം, എന്ത് പറയുമെന്നറിയാം. ആ, അടുപ്പിൻ്റെ തോട്ടിലായിരുന്നു. ഞാൻ മീൻ വെട്ടണ്, ചാള വെട്ടി. ഇഞ്ഞത് ചാള മേടിച്ചു പോയി. ചിലതൊക്കെ ഇത്തിരി ചീവുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ കളഞ്ഞു. ചെറിയ ചാള, തീരെ ചെറുതല്ല, മീഡിയം. ആഴി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഞാനിവിടെ. അതിൻ്റെ പുറത്ത് അതാ ഞാൻ വിളിച്ച് കറി വെക്കാനായിട്ടേ. ചാളക്കറി വെക്കുമ്പോൾ ഫസ്റ്റ് എന്താണ്? ചട്ടി വെക്കണമെന്ന് എനിക്കും അറിയാം വേട്ടാവളിയെത്തി. ഇല്ല, അത് ചതച്ചില്ല. അപ്പം ഞാൻ ചതച്ചിട്ട് വിളിക്കാം. വെളുത്തുള്ളി ഉള്ളിയൊന്നും ഞാൻ പൊളിച്ചില്ല, മറന്നുപോയി. അപ്പം ഞാൻ അത് പൊളിച്ചിട്ട് എൻ്റെ തീ പോകുമെന്തോ അറിയില്ല. വേഗം പോയിട്ട് വരാം. വെളുത്തുള്ളിയൊക്കെ കൂടിയിട്ട് ഇടിക്കാൻ പോവാണ്. കടുകിടത്തില്ലല്ലോ, കടുകിടുവോ? കടുകിടുവോ? വേണ്ട, നിർബന്ധമാണോ? നിർബന്ധമാണോ? എന്നാ വേണ്ട. ഉള്ളി ഇടിയണേ.
ചില സാങ്കേതിക തകരാറുകൾ മൂലം കൺമണിയുടെ വീഡിയോ കോൾ കട്ടായിരിക്കുകയാണ്. അപ്പം ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ചെയ്യാൻ പോവാണ്. കുറച്ച് മുളക് പൊടി ഇടാം. നമുക്ക് വെള്ളം എടുക്കാം. വെള്ളം തിളച്ചിട്ടാണ് മീൻ ഇടേണ്ടത്, മീൻ ഇട്ടിട്ടാണ് വെള്ളം തിളക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നമുക്ക് വെള്ളം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും മീൻ ഇട്ട് കൊടുക്കാം. ഒരു കാര്യത്തിന് വിളിച്ചെന്നാ കഥ എന്ന് പറയണ എന്തിനാ? ആ വീഡിയോ കാണിക്കാനൊന്നുമില്ല, ഞാൻ കറി വെച്ച്. ഇതാ നിന്റെ സഹായം ഇല്ലാതെ തന്നെ ഞാൻ കറി വെച്ച്. 100. വറക്ക് നോദിയാ ഇഞ്ഞിട്ടെ. നല്ല കില്ലാടി സാധനമാണ് മോളെ. ഞാൻ ആരാ മോനെന്നറിയാതെ നോക്കണ്ട. എന്താ നല്ല വെള്ളി കളർ സാധനം. കൺമണി പറഞ്ഞനുസരിച്ച് വെള്ളം തിളച്ച് നമ്മൾ അതിനകത്തേക്ക് മത്തി ഇടാൻ പോകുന്നു. അപ്പോൾ ഇനി നമുക്കൊന്ന് മൂടി വെക്കണം. നമ്മുടെ മീൻകറി ഒന്ന് വറ്റണം. ഇനി നമ്മുടെ വറുക്കാനുള്ള മത്തി നമുക്ക് മരിഞ്ഞ് റെഡിയാക്കി വെക്കാം. മുളക് വരട്ടണമല്ലോ. വറുക്കാനുള്ള മത്തി ഞാൻ റെഡിയാക്കാൻ പോവാണ്. എല്ലാം ചേരുവകളൊക്കെ ഇട്ട് ഇനി നമുക്ക് ഇളക്കി മിക്സ് ചെയ്ത് വെക്കാം. കറി വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മത്തി വറുക്കാം. സംഭവം മീൻകറിയുടെ ടേസ്റ്റൊക്കെ വന്നിട്ടുണ്ട്. നമുക്കത് മതി. ഗൈസ്, മീൻകറി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കത് ഇറക്കി വെക്കാം. അങ്ങനെ നമ്മുടെ സൂപ്പർ മീൻകറി റെഡി. ഗൈസ്, ഇപ്പോൾ നമ്മുടെ ആളിക്കത്തുന്ന തീയിലേക്ക് ഞാൻ മീൻ വറുക്കാനുള്ള ചട്ടി വെച്ച് കൊടുക്കുകയാണ്. നല്ല ഡിസൈനൊക്കെ ഉള്ള ചട്ടിയാണ്. അപ്പോൾ നമ്മുടെ ചട്ടിയിലേക്ക് ഞാൻ എന്താ ചാളക്കുട്ടൻ ഇടാൻ പോവാണ്. ഇപ്പോഴാണ് സെറ്റ്. ഗൈസ്, അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ചാള ഇടാൻ പോവാണ്. മൂന്നാമത്തെ ചാള ഇടാൻ പോണ് ഗൈസ്. നാലാമത്തെ ചാള. അഞ്ചാമത്തെ ചാളക്കുട്ടൻ. ആറാമത്തെ ചാള. ദ ലാസ്റ്റ് വൺ, 7th. ഇവരെല്ലാവരും ഇവിടെ കിടന്ന് സെറ്റ് ആകുന്നവരെ നമുക്ക് റെസ്റ്റ് എടുക്കാം. നമ്മുടെ ചാള റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയത്തോടുകൂടി അവൻ മൊരിഞ്ഞ് കിട്ടും. ആ മൊരിഞ്ഞ് കിട്ടിയാൽ നമുക്ക് ചോറും കൂട്ടി നല്ല തീ റെഡി അടിക്കാനുള്ളതാണ്. വെയിറ്റ് ആൻഡ് വാച്ച്. അപ്പോൾ ഗൈസ്, നമ്മളെ ചാള അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും ഞാൻ നിങ്ങൾക്ക് വേറൊരു സംഭവം കാണിച്ചു തരാം. ഞാൻ ചാള വറുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ടീം നമ്മുടെ അടുത്തോട്ട് അടുക്കളയുടെ സൈഡിൽ കൂടി നൈസായിട്ട് പോകുന്നുണ്ടായി. അപ്പം നമുക്ക് അവനൊന്ന് കണ്ടു കളയാം. ഇതാണ് അവൻ. ദേ പോണ്. ഓടിക്കളഞ്ഞു ഗൈസ്. അത് അവൻ എഴഞ്ഞെഴിഞ്ഞ് പോകുന്നു. ഞാൻ അവനെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല ഗൈസ്. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരും. അവൻ ഇവിടെ തന്നെ ഉണ്ട് ഗൈസ്. ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഗൈസ്, ചാള അങ്ങനെ മൊഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റും. ആ പരുവത്തിലായിട്ടുണ്ട്. നമ്മുടെ വിറകടുപ്പിൽ പാകം ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു എക്സ്പീരിയൻസാണ്. നമ്മളത് അറിഞ്ഞിരിക്കണം. ആ ഒരു വൈബ് നമുക്ക് കിട്ടണം. എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടില്ല, പക്ഷെ എനിക്ക് എന്തോ ഞാൻ ഇങ്ങനെ ചെയ്തു തുടങ്ങിയപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ വിറകിൻ്റെ ചൂടും. ആക്ച്വലി ചൂട് എനിക്ക് ഇഷ്ടമല്ല, പക്ഷേ ഇവിടെ ഇങ്ങനെ ഈ നട്ടുച്ചക്കൊക്കെ ഇരുന്ന് ഇങ്ങനെ പാചകം ചെയ്യുമ്പോഴത്തേക്കും കിട്ടുന്നൊരു ഫീല് വേറെയാണ്. പഴയ കുറേ ഓർമ്മകളും കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലോട്ട് വരും. പണ്ട് ഞങ്ങൾക്ക് ഒരു അടുക്കള ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഗ്യാസ് ഉണ്ടായില്ല.
അപ്പോൾ ഫുള്ള് ഞങ്ങൾ അടുക്കളയിലായിരുന്നു എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്തിലേക്കൊക്കെ ചിലപ്പോൾ ഞാൻ ആ ഒരു ലൂപ്പിലേക്കൊക്കെ ചിലപ്പോൾ നമ്മൾ പോയി പോകും. അവിടെ ഇപ്പോൾ അമ്മ പാകം ചെയ്യുമ്പോൾ ഞാൻ ചെന്ന് ശല്യം ചെയ്യുന്നതും അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഓർമ്മ കിട്ടും. എന്തോട്ടെ, അപ്പോൾ നമുക്ക് നമ്മുടെ ചാള വറുത്ത റെഡി ആയിട്ടുണ്ടാകും നോക്കാം. എവിടെ 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 ചാള വറുത്തത് ഓക്കെയാണ് ഗൈസ്. നമുക്ക് ഇതിന്ന് ഇറക്കാം. ഇനി ഇരുന്നാൽ ചിലപ്പോൾ കരിഞ്ഞു പോകും. ഈ ചോറും എടുത്തുകൊണ്ടിരുന്ന് ഈ കാറ്റൊക്കെ കൊണ്ട് ഈ തെങ്ങിൻ്റെ കുറ്റിയിൽ നിന്ന് ഇങ്ങനെ ചോറ് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു വൈബാണ്. നല്ല കാറ്റുണ്ട്, മലമൊക്കെ കാണണ്ട. പിന്നെ എൻ്റെ സ്പെഷ്യൽ മീൻകറി. പക്ഷേ മീൻകറിക്ക് ഉപ്പ് കുറവുണ്ട്. നേരത്തെ നോക്കി ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇട്ടെടുക്കാമായിരുന്നു. പക്ഷേ ചാള വറുത്തത് കിടുവാണൊന്നും പറയാനില്ല. അപ്പോൾ എൻ്റെ ട്രൈ ഒന്നും പാഴായി പോയില്ല. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.